നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോൾ പല സംസ്ഥാനങ്ങളും ഭീതിയിലാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയേറെയാണ്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. 12 ജില്ലയിൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയും കാറ്റോടുകൂടിയുമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതകൾ കരുതിയിരിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യത ഏറുകയാണ്. കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തെക്കൻ ശ്രീലങ്ക മുതൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. റയാൽസീമ മുതൽ കൊമോറിയൻ തീരം വരെയായി ന്യൂനമർദ്ദപാത്തി സജീവമാണ്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. നാളെ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട് ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള നടപടികൾ ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. കേന്ദ്രത്തിന് നൽകേണ്ട വിവരങ്ങൾ അതിവേഗം തയ്യാറാക്കാനുള്ള നടപടികളും സ്വീകരിക്കും. നേരത്തെ സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ദുരിതത്തിന് ഇരയായവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ഇപ്പോൾ മുൻഗണന. വാടക വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിച്ചിട്ടുണ്ട്. മരിച്ചവരുടെയും നഷ്ടപ്പെട്ട സ്വത്തിന്റെയും അവകാശികൾ ആര് എന്ന് ഉറപ്പാക്കാനുള്ള നിയമപ്രശ്നത്തിനും ഉടൻ പരിഹാരം കണ്ടെത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കഴിഞ്ഞ ദിവസം 140 കോടി കവിഞ്ഞിരുന്നു. വയനാട്ടിൽ ഇന്ന് ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ വൈകിട്ട് ചൂരൽമല, മുണ്ടക്കൈ മേഖലയിൽ കനത്ത മഴ പെയ്തതോടുകൂടി ചൂരൽമല, പുത്തുമല എന്നിവിടങ്ങളിൽ നിന്നായി 83 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തൃക്കൈപ്പറ്റ സ്കൂളിലാണ് ക്യാമ്പ്. മഴ മൂലം ഇന്നലെ മുടങ്ങിയ ഈ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വീണ്ടും ആരംഭിക്കും. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. വിദഗ്ധ സംഘം ഉരുൾബാധിത മേഖലയിലെത്തി വിവരശേഖരണം തുടരുകയാണ്. പോത്തുകല്ലിൽ തിരച്ചിലിന് പോയവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും ഇന്നുണ്ടാകും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി വിലയിരുത്തും. പോത്തുകല്ല്, ചാലിയാറിൽ ഇന്നലെ വൈകുന്നേരം തിരച്ചിലിന് പോയ 14 അംഗ സംഘം പരപ്പൻപാറയിൽ കുടുങ്ങി. SNDPI പ്രവർത്തകരാണ് വനത്തിനുള്ളിൽ കുടുങ്ങിയത്. പെട്ടെന്നുള്ള മഴ കാരണം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതോടുകൂടി തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് SDPI പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പുഴയ്ക്ക് അക്കരെ ഒരു കാപ്പിത്തോട്ടത്തിൽ രാത്രി കഴിച്ചുകൂട്ടുകയാണ് എന്നും സുരക്ഷിതരാണ് എന്നും SDPI പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക SDPI നേതൃത്വം പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ DNA ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഇനി നിർണായകമാണ്. മൃതദേഹം തിരിച്ചറിയുന്നതിനൊപ്പം തന്നെ കാണാതായവരുടെ പട്ടിക പുതുക്കാനും ഇതുവഴി സാധിക്കും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധന കഴിഞ്ഞു. ഇതിൽ 349 ശരീരഭാഗങ്ങളിൽ 248 പേരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. 121 പുരുഷന്മാരും 127 സ്ത്രീകളുമാണ് തിരിച്ചറിഞ്ഞത്. 437 ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. കൂടുതൽ അഴുകിയ ശരീരഭാഗങ്ങളും DNA ഫലം ഇനിയും വൈകും. ബന്ധുക്കളുടെ DNAയുമായി ഒത്തുനോക്കിയ ആളെ തിരിച്ചറിയലാണ് അടുത്ത ഘട്ടം. 119 രക്തസാമ്പിളാണ് ഇതിനായി ശേഖരിച്ചത്. ഈ ഫലം കൂടി കിട്ടിയാൽ മരിച്ചവരുടെ എണ്ണത്തിലും ഇവരുടെ വിവരങ്ങളിലും വ്യക്തത വരും. സർക്കാർ കണക്കിന് ഇതുവരെ 231 മരണമായി സ്ഥിരീകരിച്ചത്. 128 പേരെ കാണാതായിട്ടുണ്ട്.